സമീർ, ഈ സമരത്തിൽ ഇപ്പോൾ പ്രതിഷേധത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സമീർ? രജിത്, ഇപ്പോഴും എസ് എഫ് ഐയുടെ റോഡ് ഉപരോധം തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് തൃശൂർ ദേശീയപാതയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഉപരോധിക്കുന്നത്. 100 കണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തകരെ മുഴുവൻ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാരണം ഈ ഒരു ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളൊന്നും താൻ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ഗുണ്ടകളാണ് ഈ എസ് എഫ് ഐയുടെ പ്രവർത്തകർ എന്ന തരത്തിലാണ് ഗവർണറുടെ നിലപാട്. എന്തായാലും ഗവർണറെ ചെറുക്കുക എന്നൊരു ഉദ്ദേശത്തോടെ കൂടിയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. റോഡ് ഉപരോധമാണ്. CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും ശക്തമാവുകയാണ്. പോലീസ് ഈ പ്രവർത്തകരെ റോഡിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ. ശരി സമീർ, തുടരുക. അഭിജിത്ത് മുഴക്കുന്നുകൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതിഷേധക്കാർക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്നുകൂടിയുണ്ട്. അഭിജിത്ത്, CPM-ന്റെ പ്രാദേശിക നേതാക്കളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ഈ പ്രതിഷേധത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് അഭിജിത്ത്? SFI പ്രവർത്തകർ ദേശീയപാതയിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ CPIM-ന്റെ പ്രാദേശിക നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ SFI പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് CPIM-ന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർ പറയുന്നത് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം SFI നിലവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം അത് ഈ ഗതാഗതക്കുരുക്കിലേക്ക് അടക്കം നയിക്കും. അതിനാൽ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്പം തണുപ്പിക്കാനുള്ള ഒരു ഇടപെടലാണ് നിലവിൽ CPIM-ന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് തുടരുന്നത്. പോലീസും ആ രീതിയിലുള്ള ഒരു സംയമനമാണ് നിലവിൽ പാലിക്കുന്നത്. ആവശ്യമെങ്കിൽ പ്രവർത്തകരെ വലിയ രീതിയിൽ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ആ ഒരു രീതിയിലുള്ള ഒരു അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഗവർണർ ക്യാമ്പസിനകത്തേക്ക് എത്തിയിരിക്കുന്നു. പുറത്ത് സർവകലാശാലയ്ക്ക് പുറത്ത് ദേശീയപാതയിൽ കുത്തിയിരുന്നു കൊണ്ട് SFI പ്രവർത്തകരുടെ പ്രതിഷേധവും തുടരുകയാണ്. ഗവർണർ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ അടക്കം വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നിലവിൽ SFI കടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രതിഷേധത്തെ കണ്ടില്ലെന്നാണ് നിലവിൽ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി. ഈ ഒരു പ്രതിഷേധത്തെക്കുറിച്ച് തനിക്കറിയില്ല, മുഖ്യമന്ത്രി വാടകയ്ക്കെടുത്ത ക്രിമിനലുകളാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് തുടങ്ങിയ പ്രതികരണമാണ് നിലവിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും വലിയ രീതിയിൽ 100 കണക്കിന് പ്രവർത്തകർ എത്തിക്കൊണ്ട് 100 കണക്കിന് പ്രവർത്തകർ ഗവർണർ ഗോ ബാക്ക് വിളികൾ മുഴക്കിക്കൊണ്ട് നിലവിൽ ഈ ദേശീയപാത തുടരുക. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? രജിത്ത്, ഇപ്പോഴും ഈ സമരം തുടരുന്നു എന്നുള്ളതാണ്. പ്രവർത്തകർ ഇതുവരെയും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പോലീസ് നേതൃത്വവുമായി അനുനയ നീക്കത്തിന് ശ്രമം നടത്തുന്നുണ്ട്. എന്നാലും ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു കാര്യങ്ങൾ. പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നു. CPM SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം PH ഹസൻ മുബാറക്കിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം, 100 കണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെ ഈ പ്രവർത്തകർക്ക് പിന്തുണയുമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അതിനെ പോലീസിനെ ചെറുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് SFI സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഗവർണറും SFIയും തുറന്ന പോരിലേക്ക് കടക്കുന്നു എന്ന ഒരു കാഴ്ചയാണ് കാലിക്കറ്റ് സർവകലാശാല പരിസരത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗവർണർ പ്രവർത്തകരെ മുഴുവൻ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ടിറക്കിയ വാടകയ്ക്കെടുത്ത ഗുണ്ടകളാണ് SFI പ്രവർത്തകർ എന്നൊരു പരിഹാസം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എന്ത് വില കൊടുത്തും ഗവർണറെ ഇവിടെ നിന്ന് തിരിച്ചു പറഞ്ഞയക്കും, വന്ന വഴിയെ തന്നെ ഗവർണർ തിരിച്ചു പോകേണ്ടി വരും എന്നൊരു നിലപാടിലേക്ക്, ഒരു ഉറച്ച നിലപാടിലാണ് SFI പ്രവർത്തകരുള്ളത്. ഇപ്പോഴും ഈ കോഴിക്കോട് തൃശൂർ ദേശീയപാത ഉപരോധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സർവകലാശാലയിലും സർവകലാശാല പരിസരത്തും 500-ലേറെ വരുന്ന പോലീസുകാരെയാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. സർവകലാശാലയ്ക്കകത്ത് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് തൊട്ടുപുറകിലാണ് മെൻസ് ഹോസ്റ്റലുള്ളത്. ആ മെൻസ് ഹോസ്റ്റലിൽ നിന്ന്, ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് SFIയുടെ മറ്റു പ്രവർത്തകർ ആരെങ്കിലും ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വരാതിരിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായ ഒരു സുരക്ഷ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും SFIയുടെ സംസ്ഥാന നേതൃത്വം ഈ സുരക്ഷയൊക്കെ മറികടന്നുകൊണ്ടുള്ള
ഒരു ശക്തമായ പ്രതിഷേധമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ യൂണിയൻ ഓഫീസിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് വിവിധ മേഖലകളിൽ നിന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അതും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലൊക്കെ നൂറുകണക്കിന് പ്രവർത്തകർ സംഘടിച്ച് ഈ സർവകലാശാലയിലേക്കും ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിന് മുന്നിലേക്കും എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോഴും ഈ പ്രതിഷേധത്തിൽ റോഡ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും CPMന്റെ പ്രാദേശിക നേതാക്കന്മാരുൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചത് ഈ ഒരു പ്രതിഷേധം റോഡ് ഉപരോധം പോലുള്ള ഈ ഒരു പ്രതിഷേധം CPMന്റെ നയമല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം അത് ശക്തമായി തുടരുക തന്നെ വേണം. വരും ദിവസങ്ങളിലും നാളെയും മറ്റന്നാളും ഗവർണർ ഈ ശരി, അഭിജിത്ത് മുഴക്കുന്നുകൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ കുത്തിയിരുന്നുള്ള പ്രതിഷേധം ഏറെ നേരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. റോഡ് തടഞ്ഞുള്ള ഉപരോധം കൂടിയാണത്. അറസ്റ്റ് വരിക്കുക എന്ന തീരുമാനത്തിലേക്ക് കടക്കുകയാണോ പ്രവർത്തകർ? നിലവിൽ അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ബലം പ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വഴങ്ങാതെ തന്നെ ഈ ഒരു അറസ്റ്റിന് വഴങ്ങാതെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. വലിയ രീതിയിലുള്ള ഒരു നൂറുകണക്കിന് പ്രവർത്തകർ ഈ ക്യാമ്പസിന് മുൻവശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ഇവർ ഈ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. ആ തരത്തിൽ ഇതൊരു ഗതാഗത തടസ്സം കൂടി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഈ ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായി സാധിക്കുന്നുണ്ട്. പോലീസ് ഈ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയും ഈ വഴി തടഞ്ഞുകൊണ്ടുള്ള ഈ ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധം തൽക്കാലം നമുക്ക് നിർത്തിവെക്കാം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരും. ഒപ്പം തന്നെ ഗവർണർ 2 ദിവസം കോഴിക്കോടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് നടക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ വഴി അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. നേരത്തെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയാണ്. SFIയുടെ പ്രതിഷേധത്തോട് പരിഹാസ രൂപത്തിലുള്ള പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് നേരത്തെ നമ്മൾ കണ്ടത്. SFIയുടെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള പ്രതികരണം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പ്രതിഷേധം എവിടെ എന്നുള്ള മറുചോദ്യം പരിഹാസ രൂപത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. താൻ ഭീഷണി കണ്ട് ഭയന്നോടുന്ന ആളല്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു. ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ച് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഇന്നും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. SFIയുടെ ഈ മുഖ്യമന്ത്രിയുടെ സ്പോൺസേർഡ് പ്രതിഷേധം എന്നുള്ള പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ SFIക്കാർ ക്രിമിനലുകൾ എന്നുള്ള നേരത്തെ അദ്ദേഹം നടത്തിയ പരാമർശം ഇന്നും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കനത്ത സുരക്ഷയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം പ്രതികരണം തന്നത്. പുറത്ത് SFIയുടെ പ്രതിഷേധം നടക്കുകയായിരുന്നു. ഇപ്പോഴതിൽ നിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസും കടന്നിട്ടുണ്ട്. എന്തായാലും സർവകലാശാലയിൽ ക്യാമ്പസിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു SFIയുടെ നിലപാട്. ഗവർണർ കരിപ്പൂരിൽ എത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ സർവകലാശാല ക്യാമ്പസിൽ വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അറസ്റ്റ് വരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഗവർണർ എത്തുന്ന ഘട്ടത്തിൽ പുറത്ത് കുത്തിയിരുന്ന പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഗവർണറാണെങ്കിൽ ആ പ്രതിഷേധത്തെ പരിഹസിച്ചുള്ള മറുപടിയും നൽകുന്നു. അഭിജിത്ത് മുഴക്കുന്നു നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിജിത്ത്, വിവരങ്ങൾ എന്താണ് അഭിജിത്ത്? നിലവിൽ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിൽ നിന്ന് SFI പ്രവർത്തകർ പിൻവാങ്ങിയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം. അതിനാൽ തന്നെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പ്രവർത്തകരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകർ ഈ ഒരു അറസ്റ്റിന് വഴങ്ങിക്കൊണ്ട് നിലവിൽ ഈ ഒരു പോലീസ് വാഹനത്തിലേക്ക് ഈ പ്രവർത്തകരെ കയറ്റുകയാണ്. ഏതായാലും മണിക്കൂറുകൾ
നീണ്ട ഒരു സമരം ഗതാഗത തടസ്സം ഉൾപ്പെടെ വരുത്തിക്കൊണ്ട് ഈ ഒരു ദേശീയപാതയിൽ മണിക്കൂറുകളായി അരങ്ങേറിക്കൊണ്ടിരുന്ന ഒരു സമരം നിലവിൽ അത് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് SFI പ്രവർത്തകർ കടന്നിരിക്കുന്നു. അറസ്റ്റ് വഴങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. നിലവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഏതായാലും വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഈ ഗവർണറെ സർവകലാശാല ക്യാമ്പസിനകത്ത് കാലുകുത്തിക്കില്ല എന്നുള്ളതായിരുന്നു SFIയുടെ പ്രഖ്യാപനം, ഉറച്ച നിലപാട്. ഏതായാലും ആ നിലപാടിനെ മറികടന്നുകൊണ്ട് ഗവർണർ സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് എത്തുന്നു. ഈ ഒരു ആക്രമണം, ഈ പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം താൻ കണ്ടിട്ടില്ല. ആ രീതിയിലുള്ള ഒരു പ്രതികരണം ഗവർണറുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നു. ഏതായാലും അത്യന്തം നാടകീയമായ രംഗങ്ങൾക്ക് കൂടിയാണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിന് മുൻവശം സാക്ഷ്യം വഹിച്ചത്. നിലവിൽ ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയാണ്. ഏതാണ്ട് 100-ലധികം വരുന്ന പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചെത്തുകയും കരിങ്കൊടി ഉൾപ്പെടെ വീശിക്കൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. ഗവർണർ ഗോ ബാക്ക് തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു അവർ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നേരത്തെ മുൻകൂട്ടി അവർ പറഞ്ഞത്, SFI പ്രവർത്തകർ പറഞ്ഞതാണ്. ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഗവർണറെ സർവകലാശാല ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു SFIയുടെ നിലപാട്. വെല്ലുവിളി അതിനെ മറികടന്നുകൊണ്ട് ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. പുറത്ത് SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തെ വളരെ പരിഹാസ രൂപത്തിലാണ് ഗവർണർ വിമർശിച്ചത്. എവിടെ പ്രതിഷേധം എന്നുള്ളതാണ് ഗവർണർ ചോദിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം, സമരം നടത്തുന്ന SFIക്കാർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതും നമ്മൾ കണ്ടു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.